ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ആവോലി പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. 50 ലക്ഷം രൂപ ഉപയോഗിച്ച് ആധുനിക നിലവാരത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ആവോലി പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ആവോലി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA ഭദ്രദീപം തെളിയിച്ചു. മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. 6ാം വാർഡിലാണ്, പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡിസ്പെൻസറി പാലപ്പഴക്കത്ത് ഉപയോഗശൂന്യമായിരുന്നു. സംസ്ഥാന സർക്കാർ 2023-24 ഫണ്ട് ഉപയോഗിച്ച് 30 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ചത്. അതുകൂടാതെ പഞ്ചായത്ത് വിഹിതമായിട്ടുള്ള 20 ലക്ഷം രൂപ കൂടി ചേർത്തുകൊണ്ടാണ് ഈ ധനാടനം നിർമ്മിക്കുന്നത്. പദ്ധതിയിൽ 1355 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന പുതിയ കെട്ടിടമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൽ OP രജിസ്ട്രേഷൻ, മീറ്റിംഗ് ഏരിയ, കൺസൾട്ടിംഗ് റൂം, ട്രീറ്റ്മെന്റ് റൂം, ഫാർമസിസ്റ്റ്, ഫീഡിംഗ് റൂം ഉൾപ്പെടെ സ്റ്റാഫിന്റെ ശുചിമുറികൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ 50 വരെ വിധത്തിലുള്ള ശുചിമുറിയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ദേശീയ ആയുഷ് മിഷന്റെ 30 ലക്ഷം ഫണ്ടിനോടൊപ്പം പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വിഹിതം 20 ലക്ഷം കൂടി ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയ്ക്കാണ് ആധുനിക രീതിയിൽ ആവോലി സഹകരണ ബാങ്കിന് സമീപം ഹോമിയോ ആശുപത്രി കെട്ടിട നിർമ്മാണം നടത്തുന്നത്. മാത്യു കുഴൽനാടൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു M. ജോസ്, ദേശീയ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജയകൃഷ്ണൻ, ഡോക്ടർ ഷിനോദ് ഷിനോജ്, പഞ്ചായത്ത് അംഗങ്ങളായ VS ഷഫാൻ, ആൻസമ്മ വിൻസെന്റ്, ജോർജ് വർഗീസ്, ഡോക്ടർ എമിൽ, ഹസീന P. മൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.